വാഹന നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിനുള്ള ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 7 ഇടങ്ങളിലാണ് പരിശോധന നടന്നത്. വിവിധ യൂസ്ഡ് കാർ ഷോറൂമുകളിലും വാഹന കച്ചവടം നടത്തുന്നവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചുമായിരുന്നു പരിശോധന. 4 ഷോറൂമുകളിലും 3 വീടുകളിലും പരിശോധന നടന്നു. 11 വാഹനങ്ങളാണ് കസ്റ്റംസ് വിവിധയിടങ്ങളിൽ നിന്നായി പിടിച്ചെടുത്തത്. ചില ഉന്നത ഉദ്യോഗസ്ഥരും അനധികൃതമായി വാഹനം വാങ്ങിയതായി കസ്റ്റംസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും മറ്റൊരാൾ സെൻട്രൽ സിൽക്ക് ബോർഡ് മെമ്പർ സെക്രട്ടറിയുമാണ്. ഈ വാഹനങ്ങൾ ബംഗളൂരുവിൽ നിലവിലുള്ളത്. മലപ്പുറത്ത് വളാഞ്ചേരിക്ക് സമീപം വെട്ടിച്ചിറയിലും പരിശോധന നടന്നിരുന്നു. വെട്ടിച്ചിറയിലെ ഫ്ലൈ വീൽസ് എന്ന സ്ഥാപനത്തിലായിരുന്നു പരിശോധന. നികുതി വെട്ടിപ്പ് നടത്തി ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനം എത്തിക്കുന്നവരെ കണ്ടുപിടിക്കാനുള്ള ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായാണ് റെയ്ഡ് നടക്കുന്നത്. അനധികൃതമായി വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തതായി കസ്റ്റംസിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. എറണാകുളം, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ 5 ജില്ലകളിലായി 30 കേന്ദ്രങ്ങളിൽ പരിശോധന നടന്നു. ഭൂട്ടാൻ സൈന്യം പിടിച്ചെടുത്ത് ഉപേക്ഷിക്കുന്നതടക്കമുള്ള ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് കേരളത്തിലേക്ക് കടത്തുന്നുവെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 6 സെർച്ച് വാറണ്ടുകളാണ് പുറപ്പെടുവിച്ചിരുന്നത്. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.